ओ रंग रेज ओ रंग रेज तेरे रंग दरिया में ओ रंग रेज तेरे रंग दरिया में डूबना है बस तेरा बन के है नहीं रहना दूजा बन के एक भी सांस अलग नहीं लेनी एक भी सांस अलग नहीं लेनी खींच लेना प्राण इस तन के है नहीं रहना दूजा बन के. ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് 2013 ഇറങ്ങിയ ഭാഗ് മിൽഖാ ഭാഗ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു പാട്ടാണ്. രാകേഷ് ഓം പ്രകാശ് മെഹ്റ എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മിൽഖാ സിംഗ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഫർഹാൻ അക്തറും പിന്നെ സോനം കപൂറും ഉണ്ട് ഇതിൽ. ഈ പടം ബേസ് ചെയ്തിരിക്കുന്നത് മിൽഖാ സിംഗ് തന്നെ എഴുതിയ ഒരു പുസ്തകത്തിനെ ആണ്. അപ്പോൾ ഇതിലെ ഒരു ഓരംഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ മെഡിറ്റേറ്റീവ് ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു തോന്നലാണ്. അപ്പം ഏറ്റവും മെഡിറ്റേറ്റീവ് ക്വാളിറ്റി ഉള്ള ഒരു പാട്ട്, ഹിന്ദിയിലെ പാട്ട് ഇതാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു സ്ലോ എന്താ പറയുക ടെമ്പോ. അപ്പം ഈ അടിച്ചുപൊളി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പം ഇല്ലുമിനാറ്റി ഈ പാട്ട് ഒക്കെ മോശമാണെന്നല്ല പറയുന്നത്, നല്ല പാട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഉദ്ദേശിച്ചത് നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഓരോ വരിയിലും പുതിയ ആശയങ്ങൾ പ്രതീക്ഷിക്കുന്ന ആസ്വാദകർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. കാരണം ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സ്ലോ ടെമ്പോ, പിന്നെ ഇതിൻ്റെ റെപ്പറ്റിറ്റീവ് ക്വാളിറ്റി, അതായത് ആവർത്തിച്ച് വീണ്ടും ചില ആ ട്യൂണുകൾ ടെങ് 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു മ്യൂസിക്, അത് ഇങ്ങനെ ഉടനീളം ഇങ്ങനെ അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര, ചില സന്ദർഭത്തിൽ അത് പൊങ്ങി വരും, ഭയങ്കര രസമാണ് ആ ഒരു രീതിയിൽ. ആ റെപ്പറ്റേറ്റീവായിട്ടുള്ള ആ ട്യൂണും ശരിക്കും പറഞ്ഞാൽ റെപ്പറ്റീഷനല്ല, നല്ല പല രീതിയിലും അത് കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ്. ഇതിനകത്ത് അത്യാവശ്യം ക്ലാസിക്കൽ ടച്ചും, ക്ലാസിക്കലി ഒരുപാട് ഇംപ്രൊവൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. പലരും സ്റ്റേജിലൊക്കെ ഇത് പല സ്റ്റേജിലും, അതായത് റിയാലിറ്റി ഷോസിലുമൊക്കെ ആൾക്കാർ ഇത് പാടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പം ഇത് പാടിയിരിക്കുന്നത് ജാവേദ് ബഷീറും ശ്രേയാ ഘോഷലും പിന്നെ ശങ്കർ എഹ്സാൻ ലോയ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരാണ്. അവരുടെയാണ് ഈ പാട്ട്. ഏതൊരു ഒരു യൂട്യൂബ് വീഡിയോയിൽ തന്നെ ഞാൻ കണ്ടതാണ്. അതായത് ഒരു നോട്ട്, ഒരു സന്ദർഭത്തിൽ തുടങ്ങിയതാണ് ഈ പാട്ടിൻ്റെ എന്താ പറയുക മേക്കിംഗ്. ആ ചെറിയൊരു ആശയം അത് വലുതാക്കി വലിയൊരു പാട്ടായി മാറിയതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.